9-ാം അധ്യായത്തിലൊരു വാക്യം, അതിൻ്റെ വേഴ്സ് 1 ആരെങ്കിലും ഒന്ന് വായിക്കാമോ? മതി. ബിൽഡ് ഹെയർ എ ഹൗസ്. അതിന് എത്ര തൂണുണ്ടായിരുന്നു? ഇറ്റ് ഹാസ് 7 pillars. 7 തൂണുള്ള ഒരു വീടാണ് ജ്ഞാനമായവൾ പണിയുന്നത്. വിഷ്ഡം. അതുകൊണ്ടാണ് ഈ ആത്മാവിൻ്റെ ഗിഫ്റ്റ്സ് ഉണ്ട്. ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ് ഉണ്ട്, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് ഗിഫ്റ്റ് ഓഫ് ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ മേജർ ഗിഫ്റ്റ്സ് ഓഫ് ഹോളി സ്പിരിറ്റ് 9 എണ്ണമാണ്. ഏതൊക്കെയാണെന്ന് പറയാമോ? 9 എണ്ണം. ഒന്നാമത്തേത് അത് വരം, ഫലം, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. നോട്ട് ഐ എം ആസ്കിങ് അബൌട്ട് ദ ഗിഫ്റ്റ്സ് ഓഫ് ദ സ്പിരിറ്റ്. ഭാഷ 1, 2 ഭാഷകളുടെ വ്യാഖ്യാനം, 3 പ്രവചനം, പിന്നെ ജ്ഞാനം, പരിജ്ഞാനം, വിവേചനം, 3 രോഗശാന്തി, ചിലർക്ക് ഭൂതങ്ങളെ രോഗശാന്തി, വീര്യപ്രവർത്തികൾ ചെയ്യാനുള്ള വരം അല്ലേ? രോഗശാന്തി, ഭൂതങ്ങളെ പുറത്താക്കാൻ വീര്യ പ്രവർത്തികൾ. ഇങ്ങനെ 9ഓളം പ്രധാന വരങ്ങളിൽ 3 വരങ്ങൾ ജ്ഞാനം, പരിജ്ഞാനം, വിവേചനം. 3 രീതി വേണം അതിനെ ചിന്തിക്കാൻ. 1 ശരീരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബോഡി, ഭാഷകളുടെ വ്യാഖ്യാനം അല്ലേ? പ്രവചനം. 3 ഭാഷയാണ്, ശരീരം. രണ്ടാമത്തേത് മൈൻഡിൻ്റെ ലെവലാണ്. ജ്ഞാനം, പരിജ്ഞാനം, ഡിസേൺമെൻറ്റ്, വിവേചനം. 1-ാമത്തേത് ആത്മമണ്ഡലമാണ്. അതാണ് വീര്യപ്രവൃത്തിയൊക്കെ പറയുക. രോഗശാന്തി, വീര്യപ്രവൃത്തി, വിശ്വാസം, രോഗശാന്തി, വീര്യപ്രവൃത്തി. വിശ്വാസത്തിൻ്റെ വരം, രോഗശാന്തിയുടെ വരം, വീര്യപ്രവൃത്തികളുടെ വരം. ഇത് 3ഉം ആത്മമണ്ഡലമാണ്. അപ്പം ദേഹം, ദേഹി, ആത്മാവ്. അങ്ങനെ പെട്ടെന്ന് ഓർത്താൽ മതി. ദേഹത്തിന് 3 എണ്ണം. ഭാഷകളുടെ വ്യാഖ്യാനം, പിന്നെന്താണ്? പ്രവചനം അല്ലേ? ടങ്സ് ഉണ്ട്, ഇൻ്റർപ്രിട്ടേഷൻ, ദെൻ പ്രൊഫസി. രണ്ടാമത്തേതാണ് ജ്ഞാനം, പരിജ്ഞാനം, വിവേചനം. എന്താണ് വ്യത്യാസം? ജ്ഞാനം നോളജും വിഷ്ണുവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോളജ് ആൻഡ് വിസ്ഡം? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോളജ് ആൻഡ് വിസ്ഡം? സിയോൻ ഗീതാവിലെ പാട്ടെല്ലാം അറിയുന്നതിൻ്റെ പേരാണ് നോളജ് കേട്ടോ, നോളജ്. പക്ഷേ വാട്ട് ഈസ് വിസ്ഡം? കല്യാണ വീട്ടിൽ പോവുക. ഇഫ് യു ഗോ ടു എ വെഡിങ് ഹോം, വാട്ട് സോങ് യു വിൽ സിങ് ഓവർ ദയർ? സമയാമാം രഥത്തിൽ. അല്ല, എനിക്ക് ചിലപ്പം തോന്നുന്നുണ്ട് ചില വീട്ടിൽ കല്യാണത്തിന് പോയിട്ട് പാടണം, ആകയൽപ്പ മാത്രം ഈ യാത്ര എന്ന് പാടണമെന്ന് ഇപ്പം തോന്നാറുണ്ട്. കാരണം എത്ര നാൾ ഓടുമെന്നുള്ളത് ഒരു സന്ദർഭോചിതമായിട്ട് പാടും. അപ്പോൾ അന്നേരം പാടുന്നത് പാട്ടാണ്. ഇതെല്ലാം തിരിച്ചറിയാനുള്ളതിൻ്റെ പേരെന്താ? ജ്ഞാനമാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, ജ്ഞാനമായവൾ തനിക്ക് എന്ത് ചെയ്തു? വീട് പണിതു. ആ വീടിന് എത്ര തൂണുണ്ടായിരുന്നു? 7 തൂണുണ്ടായിരുന്നു കാണുന്നുണ്ട്. ഈ 7 തൂണുകളെ നമ്മൾ പിന്നെ കാണുന്നത് യാക്കോബ് അപ്പോസ്തലൻ എഴുതിയ ലേഖനത്തിലാണ്. യാക്കോബ് അപ്പോസ്തലൻ എഴുതിയ ലേഖനം ശതമായിട്ട് ഒന്ന് നോക്കാം. അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ 2 വീടുകൾ കാണുന്നുണ്ട്. ഒന്ന് കാണുന്ന ഒരു വീട്, ജ്ഞാനമായവൾ തനിക്കൊരു വീട് പണിതു. അതിന് 7 തൂണുണ്ടായിരുന്നു. എത്ര തൂണ്? 7 തൂണ്. യാക്കോബ് അപ്പോസ്തലൻ എഴുതിയ ലേഖനം 3-ാമത് അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, അതിന് 7 തൂണ്. അതൊന്ന് വിഷ്വലൈസ് ചെയ്യാം മോനെ. ഇതാണ് ജ്ഞാനം പണിത വീട്. നമ്മളെല്ലാവരും എന്ത് പണിയുക? ഒരു വീടാണ്. പ്രിയ സഹോദരൻ പറഞ്ഞു, വീടിനെക്കുറിച്ച് പറഞ്ഞു. ഒരു വീട് മേടിച്ചു, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സന്തോഷമാണ്.
പക്ഷേ വീട് എന്ന് പറയുമ്പോൾ കല്ലും മണ്ണും മാത്രമല്ല വീട്, ഭവനം. ജ്ഞാനം തനിക്കൊരു വീട് പണിതു. വിസ്ഡം ഹാസ് ബിൽറ്റഡ് എ ഹോം. അതിനെത്ര തൂണ്? ഇറ്റ് ഹാസ് 7 പില്ലേഴ്സ്. എഴുതിയിട്ടേ 7 പില്ലർ വേണം ജ്ഞാനമെന്ന വീട് പണിയാൻ. എഴുതാവുന്നവരെല്ലാം എഴുതണേ. ഇങ്ങനൊരു വീട് വരയ്ക്കാമോ? ഇങ്ങനൊരു വീട് പണിതാൽ കാറ്റടിക്കും, നദി പൊങ്ങും, അതുമേലടിക്കും, പക്ഷെ അതെന്ത് ചെയ്യത്തില്ല? വീഴത്തില്ല. 7 തൂണുള്ള വീട്. എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഒന്നാമത്തേത്, ഇനി മറ്റൊരു വീടുണ്ട്, അതൊന്ന് നോക്കിയിട്ട്. ഒരു ദിവസം വരുന്നുണ്ടല്ലോ ഇപ്പോൾ അടുത്ത്. എന്തിൻ്റെ ദിവസമാണ്? എന്താണ്? അവരൊരു വീട് പണിയും. ആ വീടെന്ന് നോക്കിയേ. എന്തൊക്കെയാ? ബോസ്റ്റിങ്ങും സെൽഫിഷ്നെസ്സും ജലസിയും ലൈങ്ങും. അത് ഭൗമികമായ ഒരു വീടാണ്. അതിന് 4 തൂണുണ്ട്. അതിൻ്റെ മേളിലുണ്ട് പ്രാകൃതം, ഭൗമികം, പൈശാചികം. ഭൗമികം, പ്രാകൃതം, പൈശാചികം. 15ാമത്തെ വാക്യം. പ്രാകൃതമായ ഒരു വീട് പണിയുന്നുണ്ട്. എർത്തലി, അൺസ്പിരിച്വൽ, ഡിമോണിക് ആയിട്ടുള്ള, പൈശാചികമായിട്ടുള്ള, അൺസ്പിരിച്വലായിട്ടുള്ള, എർത്തലി ആയിട്ടുള്ള ഒരു വീട് പണിതു. അതിന് 4 പില്ലർ. ഏതൊക്കെയാണെന്ന് നോക്കിയേ. അതിന് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യ, ജലസി, ബിറ്റർ, ജലസി, സെൽഫിഷ് അംബീഷൻ. എന്നിട്ട് ബോഷ്ക്ക്, കള്ളങ്ങൾ. ഇതെല്ലാം കൊണ്ട് നിറഞ്ഞ ഒരു വീട്. അതാണ് എർത്തലി വീട്. ഉയരത്തിൽ നിന്നല്ല, ഭൗമികം, പ്രാകൃതം, പൈശാചികം. വാക്ക് രൂക്ഷമാണ്. അത് പണിയുന്നത് ഈ 4 പില്ലർ കൊണ്ടാണ്. അവിടെ ഈർഷ്യയുണ്ട്. എവിടെ? ബിറ്റർ, ജലസി, ഈർഷ്യ, ശാഠ്യം, സത്യത്തിന് വിരോധമായിട്ടുള്ള പ്രശംസ, ഡു നോട്ട് ബോസ്റ്റ് ആൻഡ് ബി ഫോൾസ് ടു ദ ട്രൂത്ത്, ഫോഷ്ക്ക്, കള്ളങ്ങൾ. ഇതുകൊണ്ട് പണിയപ്പെടുന്ന വീട് അത് നിലനിൽക്കത്തില്ല. എന്നാൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം കൊണ്ട് പണിയപ്പെടുന്ന വീടിന് 7 പില്ലറുണ്ട്. 7 പില്ലർ. ശ്രദ്ധിക്കണേ. 7 പില്ലർ. വീണ്ടും 7 പില്ലർ. ഒന്നാമത്തെ പില്ലർ കാണിച്ച മക്കളെ. 7 പില്ലറുള്ള വീട്. അതിൻ്റെ ഒന്നാമത്തെ തൂണ് എന്താണ്? പ്യുവറാണ്. ഒന്നാമത്തേത് നിർമ്മലമാണ്. എഴുതുന്നുണ്ടോ? എഴുതിക്കൊള്ളുക. ആദ്യത്തെ പില്ലർ എന്താണ്? ഇറ്റ് ഷുഡ് ബി പ്യുവർ. അത് വലിയൊരു കാര്യമാണ്. പ്യൂരിറ്റി എന്ന് വേദവസം പറയുമ്പോൾ ആത്മാവിലും ശരീരത്തിലും മനസ്സിലും കഴിവതും വിശുദ്ധമായിരിക്കണം. നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധിയല്ല, ക്രിസ്തു നമ്മളെ വിശുദ്ധീകരിക്കുന്ന അവിടുത്തെ രക്തം കൊണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പുണ്യപ്രവൃത്തികളെല്ലാം കറപുരണ്ട തുണി പോലെ. പക്ഷേ വളരെ കൃത്യമായിട്ട് വേദവസം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്യുവറായിരിക്കണം. അതിന് ഒരു സെക്ഷൽ പ്യൂരിറ്റിയുമായിട്ട് ബന്ധമുണ്ട്. ആ ഒരു വാക്കിന് നിർമ്മലം വേദവസം പറയുമ്പോൾ. അപ്പം പ്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഔട്ട് ഓഫ് ഫാഷനായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ വചനം പറയുന്നു, ജ്ഞാനം അവൾ തനിക്കൊരു വീട് പണിതപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ പില്ലർ എന്തായിരുന്നു? പ്യൂരിറ്റിയാണ്. നമുക്ക് ദൈവവചനവുമായിട്ട് കോംപ്രമൈസ് ചെയ്യാനൊക്കത്തില്ല. എന്താണ്? പ്യൂരിറ്റിയാണ്. ജ്ഞാനം ഒരു വീട് പണിതു. അതിൻ്റെ ഒന്നാമത്തെ തൂൺ എന്താണ്? പ്യൂരിറ്റിയാണ്. ഈ സെക്ഷൽ സിൻസ് നമ്മളെ കളങ്കപ്പെടുത്തും. നാളുകളേക്കും കളങ്കപ്പെടുത്തും, തലമുറകൾക്കും ദോഷം വരുത്തും എന്നുള്ളതാണ് വേദപുസ്തകം. ആർക്കെങ്കിലും കേൾക്കണമെങ്കിൽ എളിയദാസൻ്റെ ഒരു പ്രസംഗം യൂട്യൂബിൽ കിടപ്പുണ്ട്. സെക്ഷൽ ടെസ്റ്റ്. ഇന്നലെ നമ്മൾ 2-3 ടെസ്റ്റ് കണ്ടായിരുന്നു. ഒന്ന് ഐ ടെസ്റ്റ്, മറ്റൊന്ന് മണി ടെസ്റ്റ്. രണ്ടും ഇന്നലെ കണ്ടതാണ്. മൂന്നാമത്തെ ഒരു ടെസ്റ്റ് ഞാൻ അവിടെ പ്രസംഗിച്ചത് യൂട്യൂബിലുണ്ട്. സെക്ഷൽ ടെസ്റ്റാണ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആ പ്രസംഗം കേട്ടിരുന്നു ഉണ്ടോ?
ഒന്ന് മൊത്തം കേട്ടോ. സെക്ഷൽ ടെസ്റ്റ് വളരെ കൃത്യമായിട്ട് വേദവസം പറയുന്നു പ്യൂരിറ്റിയെക്കുറിച്ച്. അതിന് നമുക്ക് വേദപുസ്തകത്തിൽ ഒന്ന് പെട്ടെന്ന് നോക്കിപ്പോകാം. ഈ ഒരു രാജാവുണ്ടായിരുന്നു, രാജാവിൻ്റെ പേരെന്നാ? ദാവീദാണ്. ഈ മലയാളത്തിൽ ഒരു വലിയ നോവലുണ്ട്. നമ്മൾ ഈ ടെസ്റ്റ് ജയിച്ചവരുമുണ്ട്, ഈ ടെസ്റ്റിൽ തോറ്റവരുമുണ്ട്. ജയിച്ച ഒരാളുടെ പേര് നമ്മൾ പഠിക്കുന്നുണ്ട്. ആരാ? ജോസഫാണ്. ജോസഫ്. അതുകൊണ്ട് ജയിച്ച ആളുടെ പേര് ഇന്നും ആൾക്കാർക്ക് ഇഷ്ടമാണ്. നമ്മുടെ ജോസ് കുട്ടിച്ചാനെ, ജോസഫ് ചേട്ടച്ചനെ, ജോയെ, ഇതെല്ലാം ഇതിൽ നിന്ന് വന്നാ ആരാ? ജോസഫാ. ഇനി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ ഓർത്തു അച്ചായൻ്റെ പേരെന്തോ ആയിരിക്കണം. ആ ജോസഫല്ല ഈ ജോസഫ്. എന്നാൽ പോലും അച്ചായൻ്റെ പേരെന്തായിരിക്കണം? ജോസഫ്. ആരാ ജോസഫ്? 17-18 വയസ്സിൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു കൊച്ചമ്മയുടെ അടുക്കൽ ഓടിപ്പോവുകയാണ്. ഓടിപ്പോകുമ്പോൾ ആരും ഇല്ലാത്തൊരവസരം വന്നപ്പോൾ അവൻ തീരുമാനിച്ചു, ഞാൻ യഹോവയോട് എന്ത് ചെയ്യത്തില്ല, പാപം ചെയ്യത്തില്ല. എന്നിട്ട് അവിടുന്ന് ഓടിപ്പോയൊരു മനുഷ്യൻ സാഹചര്യത്തിൽ നിന്ന് ഓടിപ്പോവുകയാണ്. 3 കാര്യങ്ങൾ ഉണ്ടെങ്കിലേ പാപം സംഭവിക്കത്തുള്ളൂ. മക്കളെല്ലാം ഓർത്തോണേ. ഐ ഹോപ്പ് ദാറ്റ് യു ക്യാൻ ഫോളോ മീ. മൈ ലാംഗ്വേജ് വിൽ ബി വെരി സിമ്പിൾ. ഓഫ് കോഴ്സ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നിങ്ങളത് മനസ്സിലായില്ലെന്ന് പറയരുത്. കാരണം സ്വർഗത്തിൽ പോകണമെങ്കിൽ മലയാളം പഠിച്ചേ ഒക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ചന്ദ്രനിൽ ആരുണ്ട്? മലയാളിയുണ്ട്. അപ്പോൾ യു ഹാവ് ടു ഗോ ടു ഹെവൻ, യു ഹാവ് ടു ലേൺ മലയാളം. ദിസ് ഈസ് ഹെവൻലി ലാംഗ്വേജ് ആണ്. അപ്പോൾ അതുകൊണ്ട് മോശപ്പെട്ടൊരു കാര്യമൊന്നുമല്ല, ആണോ? അല്ല. അപ്പം മക്കൾ ശ്രദ്ധിക്കണേ. ഈ ജോസഫ് 3 കാര്യങ്ങൾ വേണം മനുഷ്യ ജീവിതത്തിൽ ജയിക്കണമെങ്കിൽ, തോക്കണമെങ്കിലും. ഒന്ന്, ഒരു ട്രയാങ്കിൾ വരച്ചേ. പ്ലീസ് ഡോണ്ട് ടോക്ക് എവരിബഡി, പ്ലീസ് ഡ്രോ എ ട്രയാങ്കിൾ. യു നോ ട്രയാങ്കിൾ? വരച്ചേ. മലയാളത്തിൽ എന്തോ പറയും? ത്രികോണം. വരച്ചേ. ഞങ്ങൾ മലയാളം എടുത്ത് പഠിച്ച ത്രികോണം, ട്രയാങ്കിൾ വരച്ചിട്ട് ഒരു മൂലയ്ക്കോട്ട് എഴുതാൻ. മക്കളെല്ലാം എഴുതുന്നുണ്ടോ? ഒരു മലയാളത്തിൽ ഞാൻ പറയാം. ഒന്നിടത്ത് എഴുതണം സമ്മതം, കൺസെൻറ്റ്. എന്നെഴുതി? കൺസെൻറ്റ്. രണ്ടാമത്തേത് സമ്മർദ്ദം, ടെംപ്ടേഷൻ. സമ്മർദ്ദം മലയാളം അറിയാവുന്നവർ മലയാളത്തിൽ എഴുതിയാൽ പെട്ടെന്ന് ഓർക്കാം. സമ്മതം, കൺസെൻറ്റ്. 2 സമ്മർദ്ദം, ടെംപ്ടേഷൻ. ഓക്കെ. മൂന്നാമത്തേത് സമ്മർദ്ദം, സാഹചര്യം, സർക്കംസ്റ്റാൻസസ്. 3 കാര്യങ്ങൾ ഒത്താലേ പാപം നടക്കത്തുള്ളൂ. എന്തൊക്കെ? സമ്മർദ്ദം, പിന്നെ സർക്കംസ്റ്റാൻസ്. മലയാളത്തിൽ സാഹചര്യം, സമ്മർദ്ദം. 2 കാര്യങ്ങൾ എപ്പോഴും മനുഷ്യജീവിതത്തിൽ ഉണ്ടെന്ന് ഓർത്തോണം. നമ്മളെല്ലാവരും ഒരു ഫോളൻ ഹ്യൂമൻ ബോഡിയിലാണ് നിൽക്കുക. ഈ ഫോളൻ ഹ്യൂമൻ ബോഡിക്ക് പൂർണ്ണമായ രൂപാന്തരം ഉണ്ടാകുന്നത് കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിലാണ്. നമ്മുടെ റിസറക്ഷൻ സമയത്താണ് പൂർണ്ണ വിടുതലുണ്ടാകുന്നത്. അതുവരെ നമ്മളൊരു ഫോളൻ ഹ്യൂമൻ ബോഡിയിലാണ്. അവിടെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പാപത്തോട് സമ്മതമുണ്ട്. വി ഹാവ് എ കൺസെൻറ്റ്. തെറ്റിദ്ധരിക്കരുത്. കൺസെൻ്റ് ഉണ്ടോ? ഹലോ, കൺസെൻ്റ് ഉണ്ടോ? ഉണ്ട്. എനിക്കിഷ്ടമില്ലാത്ത എത്ര പേരെ ഈ അടുത്തിടയ്ക്കും, നിങ്ങളാരും അറിയത്തില്ല എൻ്റെ ദുഷ്ട മനസ്സ്. ഞാൻ ആരാ മോനെന്നറിയാവോ? എനിക്ക് 4x4 ഉള്ള ജീപ്പുണ്ട് മക്കളെ, മഹേന്ദ്രയുടെ ജീപ്പ്. ഓഫ് റോഡ് റൈഡിന് പോകാൻ കൊള്ളാവുന്ന ജീപ്പുണ്ടെന്ന്. വരുന്നോ? ഞാൻ ഒരു നടത്ത് ജീപ്പ് കൊണ്ടുവന്നപ്പോൾ UK എന്നൊരു പെങ്കച്ച് പറഞ്ഞു, ഹായ്, അടിപൊളി പാസ്റ്റാണല്ലോ. ഞാൻ എങ്ങനെ അറിയാം? ഓഫ് റോഡ് റൈഡ് പോവാം, ഐ ലൈക്ക് ടു. ഞാനങ്ങ് ഒരു UK ഒരു പെങ്കച്ചോടി എന്ന് പറഞ്ഞു, അങ്കിൾ പാസ്റ്റർമാരെല്ലാം സാധാരണ വലിയ AC വണ്ടിയിലൊക്കെ യങ് ചാപ്പാ, നമുക്കൊന്നിച്ച് ഒരു ഓഫ് റോഡ് റൈഡ് പോകാം. എനിക്ക് അവളെ അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്നാലും ഞാൻ എൻ്റെ വണ്ടിയിൽ എനിക്കിഷ്ടമില്ലാത്തവരെ റാന്നി പാലത്തെ കൊണ്ട് ഇടിച്ചാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇടിപ്പിച്ച് നേരക്കി പാലത്തിൽ തള്ളിക്കളയും. ആറ്റിൽ വെള്ളപ്പൊക്കം ഉള്ളപ്പോൾ പേടിക്കണ്ട, എൻ്റെ സ്വപ്നത്തിലാണ്.
ഇൻ മൈ ഡ്രീം. ഓ മൈ ഗോഡ് കൊച്ചുകാർ. അതിൻ്റെ അർത്ഥം നമുക്ക് പാപത്തോട് എന്തുണ്ട്? വാട്ട് ഡസ് ഇറ്റ് മീൻ? നമുക്ക് അതിനോട് എന്തുണ്ട്? ഒരു സമ്മതമുണ്ട്. ഉണ്ടോ? ഉണ്ടോ? എല്ലാ മനുഷ്യനും ഉണ്ട്. പോട്ടെ, പ്രേമിച്ച പെണ്ണിനോടൊപ്പം ടൂറ് പോകുന്നത് സ്വപ്നം കണ്ടിട്ടുണ്ട്. സ്വന്തം ഭാര്യയോടൊപ്പം ടൂറ് പോകുന്ന ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല, കാണത്തില്ല. അതേസമയം അപ്പം ഓർക്കപ്പെടേണ്ടത് പാപത്തോട് എന്തുണ്ട്? സമ്മതമുണ്ട്. പാപത്തോടൊരു ടെംപ്റ്റേഷനും ഉണ്ട്. ഇനി എന്തോട് ഒത്താൽ മതി? സർക്കംസ്റ്റാൻസസ്, സാഹചര്യം. അതുകൊണ്ടാണ് ജോസഫ് എവിടെ നിന്ന് ഓടിപ്പോയേ? പൊത്തിഫറിൻ്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോയെ. ഹി അവോയ്ഡഡ് സർക്കംസ്റ്റാൻസ്. അതുകൊണ്ട് എപ്പോഴും ഓർക്കപ്പെടേണ്ടത് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, വേറെ ഒന്നുകൂടില്ല. എന്തൊഴിവാക്കണം? സാഹചര്യം. ഗുഡ്. സാഹചര്യം ഒഴിവാക്കിയിരിക്കണം, അല്ലാതെ ആരും ജയിക്കത്തില്ല. അപ്പം എല്ലാ മനുഷ്യനും പാപത്തോട് എന്തുണ്ട്? സമ്മതമുണ്ട്. ജോസഫ് അങ്ങനെ ജയിച്ചു. എന്നാൽ ജയിക്കാതെ പോയവന്മാരുണ്ട്, ഒത്തിരി പേരുണ്ട്. ജയിക്കാതെ പോയ ഒരാളാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ 16-ാമത്തെ അധ്യായത്തിൽ ഒരാളുടെ കഥയുണ്ട്. കഥയല്ല, ആരാ? ശിംശോൻ. നിങ്ങളൊന്ന് കൗണ്ട് ചെയ്യണം. ശിംശോൻ ദലീലയുടെ മടി കിടന്നു. ഇന്നലെ കണ്ടതാണ് മണി ടെസ്റ്റ്. അന്നേരം അവന്മാർ വന്ന് പറഞ്ഞു, അവളോട് ചോദിച്ചു ഇവൻ്റെ ശക്തി എന്തിലാണെന്ന് ചോദിച്ചു. അപ്പം എത്ര പ്രാവശ്യം അവനെ കൊല്ലാൻ നോക്കിയെന്ന് ഒന്ന് കൗണ്ട് ചെയ്യാമോ? 16-ാം വാക്യം, 16-ാം അധ്യായം 7-ാമത്തെ പറഞ്ഞു. ശിംശോൻ അവളോട് പറഞ്ഞു, എന്താ പറഞ്ഞു? സാംസൺ സെഡ് ടു ഹെർ, ഇഫ് ദേ ബൈൻഡ് മീ വിത്ത് 7 ഫ്രഷ് ബോ സ്ട്രിങ്സ് ദാറ്റ് ഹാവ് നോട്ട് ബീൻ ഡ്രൈഡ്, പച്ചയായ 7 ഞാണുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എന്നെ ഒതുക്കാമെന്ന് പറഞ്ഞു. അവൾ ബന്ധിച്ചു. അപ്പം ഫെലിസ്ത്യർ വന്നു, അവനത് പൊട്ടിച്ച് കളഞ്ഞു. രണ്ടാമത്തേത് ഫോഷ്ക്ക് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്തുകൊണ്ട് ചെയ്യണം? അവൻ പറഞ്ഞു, ഇഫ് ദേ ബൈൻഡ് മീ വിത്ത് ന്യൂ റോപ്പ്, അതുകൊണ്ട് കെട്ടി. അതെന്ത് ചെയ്തു? പൊട്ടിച്ച് കളഞ്ഞു. അപ്പോൾ എത്ര വട്ടമായി? 2 വട്ടമായി. മൂന്നാമത് വീണ്ടും ചോദിച്ചു, എന്നെ കൊണ്ട് എന്തോ ചെയ്യണം? അപ്പം പറഞ്ഞു, എൻ്റെ തലയിലെ 7 ജട അല്ലേ, ഇഫ് യു വീവ് ദ 7 ലോക്സ് ഓഫ് മൈ ഹെഡ് വിത്ത് ദ വെബ് ആൻഡ് ഫാസ്റ്റൺ ഇറ്റ് ടൈറ്റ് വിത്ത് ദ പിൻ, അത് അവൻ പൊട്ടിച്ച് കളഞ്ഞു. ഇനി 4-ാമത്തേത്, ക്ഷൗരക്കത്തി എൻ്റെ തലയിൽ തൊട്ടിട്ടില്ല. 1 വട്ടം അവൻ ചതിക്കപ്പെട്ടു. അപ്പം ഇവൻ അറിയത്തില്ല ഇവളിനും ചതിക്കുമെന്ന്. പിന്നെ ഈ പൊട്ടൻ എന്തിനാ 2ാമത് പറഞ്ഞേ? ഈ പൊട്ടൻ എന്തിനാ 3ാമത് പറഞ്ഞേ? പൊട്ടൻ ആര്? ശിംശോൻ. പൊട്ടൻ എന്നല്ലാതെ എന്താ വിളിക്കണ്ടേ? അതുകൊണ്ടാണ് അവൻ പൊട്ടനല്ലേ. അവനെ പിന്നെ എന്താ വിളിക്കണ്ടേ? ജ്ഞാനമായവൾ തനിക്കൊരു വീട് പണിതാ. അത് 3 വട്ടം ആ പെണ്ണിൻ്റെ അടുക്ക പോയിട്ട് അവൻ പിന്നെ എന്തിനാ പോയേ? അവനോട് ഞാൻ അന്നേരം പറഞ്ഞ എടാ ഇനിയും പോവല്ലെന്ന്. അന്നേരം അവന് പോയി എഴുന്നള്ളി, കിട്ടിയില്ലേ. അവസാനം കണ്ണും പൊട്ടി ആത്മഹത്യ ചെയ്തു, വീണ് അന്തരിച്ചു. അല്ല, ചത്തു, തൊലഞ്ഞു. കാര്യം എന്താ? പിന്നെയും പോയി. അതുകൊണ്ടാണ് വളരെ ഗൗരവമായിട്ട് വേദോസം പഠിപ്പിക്കുന്നു. എന്തായിരിക്കണം? ജ്ഞാനത്തിൻ്റെ 1-ാമത്തെ വീടിൻ്റെ തൂണെന്താ? പ്യുവർ. എന്തായിരിക്കണം? പ്യുവർ ആയിരിക്കണം.